കുറച്ച് നാളായിട്ടൊരു കഥ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. കഥയുടെ പേര് ശ്രീനിധിൻ. ശ്രീനിധിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ശ്രീനിധിനും ശ്രീരാഗും ചേട്ടനനിയൻ്റെ മക്കളാണ്. ഇവർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാനുള്ള റീസണായിരുന്നു ഈ കഥയുടെ കണ്ടൻറ്റ്. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതല്ല. അവരിലേക്ക് കണക്റ്റ് ആവുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. 1995-90 കാലഘട്ടങ്ങളിൽ പുതിയവിള എന്ന് പറയുന്ന ഗ്രാമത്തിൽ, എൻ്റെ ഗ്രാമത്തിൽ സ്കൂളുകളൊന്നുമില്ല. അങ്ങനെ പുതിയവിള LPS പുതിയവിള UPS മാത്രമേ ഉള്ളൂ. LPS നിന്ന് പാസ്സായി കഴിഞ്ഞാൽ ആളുകൾ സ്വാഭാവികമായിട്ടും UPSയിലേക്കാണ് പോവുക, കുട്ടികൾ. പക്ഷേ എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹൈസ്കൂളുണ്ട്, കൊപ്പാരത്ത് ഹൈസ്കൂൾ. എനിക്ക് ഈ കൊപ്പാരത്ത് ഹൈസ്കൂളിൽ പോകണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. എന്താ റീസൺ അറിയത്തില്ല, പക്ഷേ എനിക്ക് കൊപ്പാരത്ത് സ്കൂളിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞ് 4ാം ക്ലാസ് കഴിഞ്ഞ് TC വാങ്ങിക്കാൻ വേണ്ടി സ്കൂളിൽ ചെന്നപ്പോൾ UPSയിലെ ടീച്ചർമാരൊക്കെ LPS വന്നിട്ടുണ്ട്. അവർ ഈ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി, കാര്യം വേറെ സ്കൂളിലോട്ടും പോകരുത്, UPSയിലേക്ക് തന്നെ വരണം, UPSയിലേക്ക് വന്നില്ലെങ്കിൽ അവർ ജോലി പോകും കുട്ടികൾ കുറഞ്ഞാൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ടീച്ചറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞ്. എന്നിട്ടും എനിക്ക് മനസ്സലിഞ്ഞില്ല, എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് കൊപ്പാരത്ത് പോകണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. അങ്ങനെ അവിടുന്ന് TC വാങ്ങി കൊപ്പാരത്ത് സ്കൂളിൽ പോയി. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ജൂൺ മാസമല്ലേ, ഫുള്ള് വെള്ളം, സ്കൂളിൻ്റെ വാതിക്കലൊക്കെ വെള്ളം. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തിമിർക്കുക. അമ്മാതിരി അടിപൊളി കായൽ പോലെ വെള്ളം. അപ്പോൾ നിക്കറിട്ടെങ്കിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ വെള്ളത്തിൽ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് വാങ്ങിച്ചു തരുന്ന പാൻറ്റും ഷർട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് കളിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ എനിക്ക് ആക്ച്വലി കൊപ്പാരത്ത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് പരിചയമുള്ള ആരുമില്ല അവിടെ. ഒരാളും പരിചയമുള്ള ആളില്ല, ടീച്ചർമാരില്ല, എനിക്ക് ആ സ്ഥലം പരിചയമില്ലാത്ത സ്ഥലം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് റിസർവ്ഡാണ് പണ്ടേ ഇപ്പോഴും. അപ്പോൾ എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത്. അപ്പോൾ ഞാൻ ഈ നിക്കറിട്ടുണ്ട്. അപ്പോൾ നിക്കറില്ലല്ലോ, വീട്ടിൽ വന്നിട്ട് ഞാൻ എല്ലാ അലമാരി മൊത്തം തപ്പി. അപ്പോൾ ഒരു നിക്കർ കിട്ടി, നീല നിക്കർ. ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ലൂസാണ്, കുഴപ്പമില്ല എന്നാലും. അപ്പോൾ പിറ്റേ ദിവസം അതിട്ടിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് ഫസ്റ്റ് ഇൻ്റർവെൽ സമയത്ത് വെള്ളത്തിൽ കളിച്ചിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി പടിഞ്ഞാറ് വശത്തെ ഹൈസ്കൂളിൻ്റെ സെക്ഷൻ, അവിടെയാണ് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഞാൻ പതുക്കെ നിക്കറ് ഉരിഞ്ഞുരിഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ ഒരു കൈ വെച്ച് നിക്കർ പിടിച്ചേക്കുക. പതുക്കെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പം ആരോ പെട്ടെന്ന് എൻ്റെ നിക്കർ വലിച്ചൊരിഞ്ഞു പുറകിൽ നിന്ന്. അപ്പോൾ അപ്രതീക്ഷിതമാണല്ലോ. ആ ഇൻ്റർവെൽ സമയത്ത് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലെയും ചേച്ചിമാരൊക്കെ വെളിയിറങ്ങി നിൽക്കുന്ന സമയത്താണ്. ഞാനാണ് ചട്ടി ഇട്ടിട്ടില്ലായിരുന്നു. സംഭവം എല്ലാവരും കണ്ടു. ആ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് എനിക്ക് തോന്നിയ അവസ്ഥയായിരുന്നു അത്. ഞാൻ പെട്ടെന്ന് നിക്കർ വലിച്ചു കയറ്റിയിട്ട് മൂത്രപ്പുരയിലേക്ക് ഓടുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, അതാരാ വലിച്ചു ഉരിഞ്ഞതെന്ന്. അത് ശ്രീനിധിനായിരുന്നു. ശ്രീനിധിൻ്റെ അച്ഛൻ ഒരു സാറാണ്, നല്ല ഫാമിലിയിൽ നിന്ന് വന്നേ, അടക്കവും ഒതുക്കമുള്ള നല്ല സ്നേഹമുള്ള ശ്രീനിധി എന്ന് പറയുന്ന ആൾ എന്തിനാണ് എൻ്റെ നിക്കർ വലിച്ചൊരിഞ്ഞതെന്ന് എനിക്കും അറിയത്തില്ല, അവനും അറിയത്തില്ല. തിരിച്ച് ഞാൻ ക്ലാസ്സിൽ ചെന്നിട്ടേ, ഇവൻ എൻ്റെ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നിരുന്നത്, ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിലും, അവൻ എൻ്റെ മുന്നിലത്തെ ബെഞ്ചിലായിരുന്നിരുന്നത്. പക്ഷേ അവനോട് വന്നിട്ട് പറഞ്ഞു, സോറി അളിയാ, അപ്പോൾ ഉള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഉരിഞ്ഞിരിഞ്ഞ് പോകുന്ന നിക്കർ കണ്ടപ്പോൾ അവൻ്റെ കൗതുകം തോന്നിയിട്ട് വലിച്ചൊരിഞ്ഞാന്ന് അവൻ പറഞ്ഞു. പക്ഷേ ഫ്രം ദാറ്റ് ഡേ ഹി ബിക്കം മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ പോകും, ഭക്ഷണം കഴിക്കും, അവരുടെ വീട്ടുകാർ എൻ്റെ വീട്ടുകാരെ പോലെ, എൻ്റെ വീട്ടുകാർ അവരുടെ വീട്ടുകാരെ പോലെ, ആൻഡ് വി ബിക്കം ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവൻ്റെ കഥയാണ് ഞാൻ അടുത്തത് പറയുന്നത്. ഓക്കെ, ബൈ.